പാപ്പാന്യൂഗിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കയ്യിലിരിക്കുന്നത് ഇവിടുത്തെ നോട്ടാണ്, പാപ്പാന്യൂഗിനിയൻ കറൻസി. ഇത് 100-ൻ്റെ നോട്ടാണ്. ഇവിടെ നോട്ടിന് കിന എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ പറഞ്ഞു ഓർക്കുന്നില്ല. ഇപ്പം 100 കിനയുടെ നോട്ടിൽ ഇതിൻ്റെ പുറയിൽ കാണിച്ചേക്കുന്നത് ഇവിടുത്തെ പാർലമെൻറ്റാണ്, ഇവരുടെ പാർലമെൻറ്റ്. പിന്നെ കുറേ ബോട്ടിൻ്റെ പടങ്ങൾ, ട്രാക്ടറോ അങ്ങനെ എന്താ പ്ലെയിനൊക്കെ ഉണ്ട്, കണ്ടോ, കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇന്ത്യൻ മണി എത്ര വരുമെന്ന് പറയാം. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ നോട്ട്. ഇത് ഇന്ത്യൻ മണി ഏകദേശം ഒരു 220 രൂപ വരും, ഈ ഒരു 100 കിന എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് 50 50 നോട്ട്. ഇത് ഇവിടുത്തെ രാഷ്ട്രപിതാവാണ്. ഇദ്ദേഹം 2 വർഷം മുമ്പാണ് മരിച്ചുപോയത്. ഇവിടുത്തെ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധപ്പെട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച നമ്മുടെ മഹാത്മാഗാന്ധിനൊക്കെ ആണെങ്കിൽ നമ്മുടെ നോട്ടിലുണ്ടല്ലോ. അപ്പോൾ അതേപോലെ 50-ൻ്റെ നോട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഉള്ളത്. പുറകിൽ പാർലമെൻറ്റ്. അതുപോലെ ഈ നോട്ടിൽ ഇവിടുത്തെ ട്രൈബ്സിൻ്റെയൊക്കെ കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിൽ. ഇതിൻ്റെ താഴെ വരുന്നത് 20 കിന. 20 കിനയുടെ നോട്ടിനകത്തും പുറകു വശത്ത് പാർലമെൻറ്റാണ്, മുൻവശത്ത് പന്നിയുടെ പടമാണ്. കണ്ട, പന്നി ഇവിടുത്തെ ഒരു വലിയ സംഭവമാണ്, പ്രധാന ഫുഡൊക്കെയാണ്. അപ്പോൾ പ്രധാന ഫുഡെന്ന് പറയാൻ പറ്റില്ല, എനിക്ക് തോന്നുന്നു ഇവരുടെ ഗോത്രക്കാർക്ക് പന്നി എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം. ഈ പന്നി കൈമാറ്റമൊക്കെ ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്, നമ്മളിവിടെ വന്നപ്പോൾ അറിഞ്ഞതാണ്. ഈ കിന കൊടുക്കുന്ന പോലെ തന്നെ അല്ല അച്ഛാ. ശ്രീധരമായിട്ട് പന്നീനെ കൊടുക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ പന്നിക്ക് വേണ്ടി യുദ്ധമൊക്കെ വരെ ഉണ്ടാവും അല്ലേ. ആഘോഷത്തിന് പന്നിയാണ് ഇവിടുത്തെ. അത് ശരി, ഓക്കെ. പന്നി എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഗോത്രക്കാരുടെ പ്രധാന ഒരു സംഭവമാണ് എന്ത് കാര്യത്തിനും. അപ്പോൾ അതിൻ്റെ പടമാണ് 20 കിനയുടെ നോട്ടിലുള്ളത്. ഇതിൻ്റെ താഴെ വരുന്നത് 10 കിന. ഇതാണ് 10 കിനയുടെ നോട്ട്. എല്ലാം പല പല കളറാണ്. ഈ നോട്ടിനൊക്കെ പ്രത്യേകത ഉണ്ട്, നല്ല ക്വാളിറ്റിയാണ്, പ്ലാസ്റ്റിക്കാണ്, വെള്ളമെന്ന് നനഞ്ഞാലും പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ 10-ൻ്റെ താഴെ വരുന്നത് പിന്നെ ഉള്ളത് 5 കിനയുടെ നോട്ട്, വയലറ്റ് കളറ് കണ്ടോ. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് ഇത് 2 കിനയുടെ നോട്ട് കണ്ടോ, ഇതൊരു പച്ച കളറുള്ളത്. ഇതാണ് 2-ൻ്റെ. ഇതിൻ്റെ താഴെ ഇനി ഉള്ളത് പിന്നെ എല്ലാം കോയിനാണ്. ഇതാണ് 1 കിനയുടെ കോയിൻ. 1 കിന, അതായത് നമ്മുടെ നാട്ടിൽ 22 രൂപയാണ് ഈ 1 കിന എന്ന് പറയുന്നത്. കണ്ടോ, നടുക്ക് തുളയൊക്കെ ഉണ്ട്, നമ്മുടെ പഴയ അണ എന്നൊക്കെ പറയുന്ന പോലത്തെ ഡിസൈനാണ്. ഇതിനകത്ത് മറ്റേ ഇതിൻ്റെ അകത്ത് പടം കാണിച്ചേക്കുന്നത് മറ്റേ മുതലയുടെ പടമൊക്കെ ഉണ്ട്. ഇനി ഇതിൻ്റെ താഴെ വരുന്നത് നമ്മുടെ നാട്ടിൽ 50 പൈസ എന്നൊക്കെ പറയുന്ന പോലെ പൈസ, അതിന് ഇവിടെ തൊയ എന്നാണ് പറയുന്നത്. അതാണ് തൊയ. ഇതാണ് 50-ൻ്റെ തൊയ. 50-ൻ്റെ തൊയയുടെ ഒരു ചിത്രശലഭത്തിൻ്റെ പടമാണ്. പിന്നെ പുറകിലുള്ളത് എന്തെന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ പക്ഷിയാണ്, മറ്റേ ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ബേർഡ് ഓഫ് പാരഡൈസിൻ്റെയാണ് എന്താ 50 തൊയ. ഇതിൻ്റെ താഴെ വരുന്നത് 20 തൊയ. നമ്മുടെ 20 പൈസ എന്നൊക്കെ പറയുന്ന പോലെ 20 തൊയ്യതിനകത്ത് കൊടുത്തേക്കണ പടം കസോവരി എന്ന് പറയുന്ന ഒരു പക്ഷിയുണ്ട് ഇവിടെ. അപ്പോൾ ആ പക്ഷിയുടെയാണ്. പുറകിൽ ബേർഡ് ഓഫ് പാരഡൈസ്. ബേർഡ് ഓഫ് പാരഡൈസ് ആണ് ഇവിടുത്തെ നാഷണൽ ബേർഡ്. അപ്പോൾ ഇത് 20 തൊയ. പിന്നെ ഇതിൻ്റെ താഴെ വരുന്നത് 10 തൊയ. ഇതിനകത്ത് ഇതെന്താണ്, ഇതെന്ത് മൃഗമാണ്, സീലാണോ എന്താണെന്ന് അറിഞ്ഞൂടെ, എന്തോ ഒരു മൃഗം ഉണ്ടോ. ഇതാണ് ഇവിടുത്തെ 10 തൊയ. ഈ 10 തൊയ എത്ര രൂപ? അതായത് ഒരു കിന എന്ന് പറയുന്നത് 22 ആണ്. അപ്പോൾ 50 തൊയ എന്ന് പറയുന്നത് 11 രൂപ, 10 രൂപ ആ റേറ്റ് വരും. അപ്പോൾ ഇത് 10 തൊയ. 10 തൊയ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്കൂട്ടിയാൽ മതി, എനിക്കറിയത്തില്ല, കണക്കിൽ പണ്ടേ വെക്കാട്. അപ്പോൾ അതിൻ്റെ താഴെ വരുന്നത് 5 തൊയ. 5 തൊയയുടെ കോയിൻ. ഇതിനകത്ത് എന്തെന്നാണ് ആമയുടെ പടമാണ് ഇതിനകത്ത്. എന്താ, ഇതാണ് 5 തൊയ. ഇപ്പം ഇതാണ് ഇവിടുത്തെ നോട്ട് കറൻസി. നല്ല രസമുണ്ട്, നല്ല ക്വാളിറ്റി സാധനം ഉണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു ഉണ്ടോ. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ഇന്ത്യൻ മണി അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട് കേട്ടോ ഇവിടെ. ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ ഇവിടെ 1 കിന എന്ന് പറയുന്നത് 22 രൂപ. നല്ല റേറ്റ് അല്ലേ. എന്ന് വെച്ചാൽ സെയിം ഇസ്രായേലിലൊക്കെ നമ്മൾ പോയപ്പോഴും എനിക്ക് തോന്നുന്നു സെയിം അല്ലേ. ഇതിപ്പോൾ ഇസ്രായേലി ഷെക്കൽ എന്ന് പറയുന്നത് 21 രൂപ. ഒരു ഇസ്രായേലി ഷെക്കൽ എന്ന് പറഞ്ഞാൽ 21 രൂപ. ഇവിടെ 1 കിന എന്ന് പറയുന്നതും 22 രൂപ. ഏകദേശം ഒരുപോലെ അല്ലേ. ഇത്രയും ദാരിദ്ര്യം എന്ന് പറഞ്ഞിട്ട് ഇത്ര വാല്യൂ. ഈ രാജ്യത്തെ എണ്ണയെല്ലാം അമേരിക്കൻ കമ്പനി, ഫോറിൻ കമ്പനീസ് നിയന്ത്രിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇത് ഡോളറിനെ വലിയ ഇവിടുത്തേത്, അതിനുള്ള സോഴ്സ് ഉണ്ട് ഇവിടെ. അത് ശരി. കൺട്രോൾഡ് ബൈ ദ വെസ്റ്റേൺ വേൾഡ്. സോ അതായത് ഇവിടുത്തെ എണ്ണയുടെ സംഭവങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് വെസ്റ്റേൺ വേൾഡാണ്, USA അടക്കമുള്ള രാജ്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ അവരെ വിട്ടിച്ചു പോലെ ഡോളറിനെയും വിട്ടു, കാരണം അത്രയും റിസോഴ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ പാപ്പാന്യൂഗിനിയോട് വിട പറയുകയാണ്. നമ്മളിനി ഈ കാണുന്ന അച്ഛൻ്റെ വണ്ടിയിൽ എയർപോർട്ടിലേക്ക് പോവാം. അപ്പോൾ എൻ്റെ ഹെയർ സ്റ്റൈലും സ്കിന്നടക്കം ചേഞ്ച് ആയിപ്പോൾ ഇത്രയും ദിവസം യാത്രയ്ക്ക് ശേഷം മൊത്തത്തിൽ തീരാം. അപ്പോൾ നമ്മൾ വിട പറയുകയാണ്. ഇതാണ് പള്ളി. അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ഒപ്പം അച്ഛൻ നമ്മളെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഇവിടെ നിന്ന് ഒരു മണിക്കൂറുണ്ട്. ഓക്കെ, നേരെ എയർപോർട്ടിലേക്ക്. യെസ്. ഇവിടെ ഒരാളുണ്ടായിരുന്നേ, ടിപ്പു. പോട്ടെ, ബൈ. See you.
ഇവിടെ 3 പട്ടികളുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സിറ്റിയിൽ വന്ന ശേഷം സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ രാത്രിയായി, കുറച്ച് ഇരുട്ടായി. അതുകൊണ്ട് ഈ വഴി എങ്ങനെയാണെന്നൊന്നും വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. മൊത്തം കൂരാക്കൂരി ഇരുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും കിട്ടിലൻ ഭയങ്കര ഭംഗിയുള്ളൊരു വഴിയാണെന്ന് ഇപ്പോഴാണ് ആക്ച്വലി മനസ്സിലാവുന്നത്. കണ്ടോ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ മലകളാണ് മൊത്തം. ഒരു ഹൈ റേഞ്ച് ഏരിയയാണ്. സിറ്റിയിൽ നിന്ന് ഒരു 48 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മൾ താമസിച്ച സൊഗേരി എന്ന് പറയുന്ന ആ ഒരു വില്ലേജ് ഉള്ളത്. അപ്പോൾ ഈ വില്ലേജിൽ നിന്നാണ് ഈ സിറ്റിയിലോട്ട് വെള്ളവും അതുപോലെ ഇലക്ട്രിസിറ്റി എല്ലാ സംഭവങ്ങളും പോകുന്നത്. നമ്മൾ ഡാമൊക്കെ വിസിറ്റ് ചെയ്തല്ലോ, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടായിരുന്നു. ഈ ഒരു പ്രദേശം ഏകദേശം 6000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു അഗ്നിപർവ്വത സ്ഫോടനം ഉണ്ടായ ശേഷം അതിനെ തുടർന്ന് ഉണ്ടായ ഒരു പ്രദേശമാണ്. അപ്പോൾ നമുക്കിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വഴിയിലേക്ക് കാണാം, ഇവിടുത്തെ പാറകളൊക്കെ നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഒരു ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കറുത്തിരുണ്ടിരിക്കുന്ന അതൊക്കെ ലാവയാണ് കേട്ടോ. പണ്ട് ആ അഗ്നിപർവ്വതത്തെ പൊട്ടിയതിനെ തുടർന്ന് ഉണ്ടായ ലാവ ഒഴുകിയ അവസ്ഥയിൽ നിൽക്കുന്ന പാറകളൊക്കെയാണ് നമുക്ക് ഈ ചുറ്റും കാണുന്നത്. പോണ വഴിക്ക് മൊത്തം കാണാം. നമ്മൾ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. കാണിച്ചുതരാം. ഓ ഇതുണ്ടോ എൻ്റെ പൊന്നെന്താണ്, കൊക്കയോ? ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് കാണുക. എൻ്റെ പൊന്നു ഒരു രക്ഷയിലിട, ഭയങ്കര ഭീകരമായ കൊക്കയാണ് താഴത്ത്. ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരു നദി ഒഴുകി പോണ കാണാം. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ട അതേ നദിയാണ്. പിന്നെ ഒരു പൈപ്പ് പോകണുണ്ട്, അതിനകത്ത് മറ്റേ മോസ്പി സിറ്റിയിലോട്ട് വെള്ളം കൊണ്ടുപോകുന്നതാണ്. കുടിവെള്ളവും അതുപോലെ ഹൈഡ്രോ പ്രോജക്റ്റ് ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പോകുന്ന വെള്ളമാണ് ഈ കാണുന്നത്. അതിൻ്റെ പൈപ്പുകളും കാണാം. ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ മലയുണ്ട്. എന്ത് ഹൈറ്റാണ് ഈ മലക്ക്. ഇത് 6000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു അഗ്നിപർവ്വത സ്ഫോടനം, ആ സ്ഫോടനത്തിൻ്റെ ഫലമായിട്ടുണ്ടായ മലനിരകളാണ് ഈ കാണുന്നത്. ലാവയൊക്കെ ഒഴുകിയ ഒരവസ്ഥ. ഇതുണ്ട്, അതെ ഇതൊക്കെ ആ ലാവയുടെ ഭാഗമാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതുണ്ടാ ഒരുമാതിരി കോൺക്രീറ്റ് മിക്സ് ചെയ്ത് വെച്ചേക്കണ പോലെയുണ്ട്. ഇതുണ്ട, ഇതൊക്കെ അന്നത്തെ കാലത്ത് വർഷങ്ങൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒഴുകിയ ലാവയുടെ ബാക്കിയാണ് ഈ കാണുന്നത്. അതാണ് ഈ പ്രദേശം മൊത്തം അങ്ങനെ ഉണ്ടായത്. ഈ കാണുന്ന മലകളെല്ലാം. ഇതിൻ്റെ മുകളിൽ കുറേ പോസ്റ്റുകൾ കാണാം ഈ ഇലക്ട്രിസിറ്റി കൊണ്ടുപോകുന്നതിൻ്റെ. ഇവിടെയുള്ള പാറകളൊക്കെ നോക്കി. ഇതുണ്ട, താഴത്തോട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങാനുള്ളൊരു വഴിയുണ്ട്. എനിക്ക് വേണം അവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടി നല്ല വ്യൂ കിട്ടുമെന്ന് തോന്നുന്നു. ഇവിടെ ഇങ്ങനെ വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട്. ഇത് കണ്ട, നൈസ്. നമുക്ക് കുറച്ചും കൂടി താഴെ പോകുമ്പോൾ ഒന്നും കൂടി കാണാൻ പറ്റും. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ കൂടിയാണ് മറ്റേ നേരത്തെ കണ്ട നദി ഇങ്ങനെ ഒഴുകുന്നത് കേട്ടോ. കണ്ട ആ അരുവി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട അതേ നദി തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ ഒരു വെള്ളച്ചാട്ടമാണ്. കണ്ട, മഴ വരാറായ കാർമേഘമൊക്കെ വരുന്നുണ്ട്. മേഘത്തിൽ മുട്ടിയിരിക്കുന്ന മലകളാണ്. ഇത് നമ്മുടെ തല്ലിത്തേങ്ങ ഉണ്ട്. നമ്മുടെ തല്ലിത്തേങ്ങ എന്ന് പറയില്ലേ, അതൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ മോനെ, നമ്മൾ ഒരു സ്റ്റെപ്പും കൂടി താഴത്തോട്ട് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ചയാണ് ഇത്. നേരത്തെ കണ്ട വാട്ടർഫോള് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാം. എവിടെ നിന്നൊക്കെയോ വരുന്ന വെള്ളം, മലകളിൽ നിന്ന് വരുന്നതാണ്. നോക്കി, നല്ല രസമല്ലേ. നമ്മൾ വന്ന വഴിയാണ്ട് കാണാം. ഇപ്പുറ സൈഡ് ഇത് കണ്ട, ഇതിലാണ് നമ്മൾ വന്നത്. ഭയങ്കര കാറ്റാണ്ട, ഹെവി കാറ്റ്. നല്ല വെള്ളം വരില്ല ഇവിടെ. കാറ്റടിക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഇപ്പോൾ ശക്തി കുറവാണ്. അവിടെ ഡാം ഉള്ളത് കൊണ്ടേ കുറച്ച് വെള്ളമുള്ളൂ. ശരിക്കും നല്ല വെള്ളം വരുന്ന സമയത്ത് കാറ്റടിച്ച് ഇവിടം വരെയൊക്കെ വെള്ളം വരുമെന്ന് പറയുന്നത്. നമ്മുടെ ഒപ്പം മാത്യു അച്ഛനുണ്ട്. മാത്യു അച്ഛൻ മലയാളിയാണ്, വയനാട്ടുകാരനാണ്. വീഡിയോയിൽ അധികം കാണിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ കാണിക്കാത്തത്. ഈ കാണുന്ന വഴി കണ്ട, ഇതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതും ഇനിയിപ്പോൾ തിരിച്ചിറങ്ങി പോകുന്നതും. ഇതേപോലത്തെ ഒരു മലയോര പ്രദേശമാണ്. വളഞ്ഞും പൊളിഞ്ഞുള്ള മലകളുടെ സൈഡിൽ കൂടിയുള്ള ഒരു സൈഡ് കൊക്ക, ഒരു സൈഡ് മല, അങ്ങനത്തെ ഒരു വഴിയാണ്. നേരെ അപ്പുറത്ത് കാണുന്നത് സിറ്റിയാണ്. കണ്ട, ആ സിറ്റിയിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. 1:30 നമ്മുടെ ഫ്ലൈറ്റ്. ഇനി ഞാൻ ഇവിടുത്തെ വിസ കിട്ടിയ കഥ പറയാം. പാപ്പുവ ന്യൂ ഗിനിയുടെ വിസ എങ്ങനെയാണ് കിട്ടിയത്, എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ആക്ച്വലി പാപ്പുവ ന്യൂ ഗിനിയുടെ വിസ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. മറ്റു രാജ്യങ്ങളെ പോലെ അത്ര ബുദ്ധിമുട്ടുള്ള കേസൊന്നുമല്ല. ജസ്റ്റ് ഒരു 4 വർക്കിംഗ് ഡേ അല്ലെങ്കിൽ 5 വർക്കിംഗ് ഡേക്കുള്ളിൽ നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് അപേക്ഷിക്കാനായിട്ട് നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ആരാണ്, നമ്മുടെ പ്രൊഫൈൽ എന്താണ്, കവറിംഗ് ലെറ്റർ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം, പിന്നെ എയർ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് ഓൺലൈനിൽ അപേക്ഷിക്കണം. ഓൺലൈൻ പോർട്ടലുണ്ട്, അവരുടെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറി അപേക്ഷിക്കുമ്പോൾ അതിനകത്ത് വരുന്ന റേറ്റ് $50 തോന്നുന്നത്. എത്രയായിരുന്നു മറന്നുമല്ല, $50 തോന്നുന്നത്. ഇപ്പോൾ കുറേ ആളായി. ഇത് ഞാൻ വിസ എടുത്തിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെ $50. അപ്പോൾ ഫീസുണ്ട് വിസക്ക്. ഇ വിസയാണ് കിട്ടുന്നത്. വിസ ഓണറവിൽ അങ്ങനെ സംഭവമൊന്നുമില്ല. ഇ വിസയാണ് ഇപ്പം നിലവിൽ. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ വരെ ഇ വിസയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു പുതിയ റൂള് ചേഞ്ച് വരുന്നുണ്ട്.
ഇന്ത്യൻസിന് ഓണറബിൾ വിസ ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പാർലമെന്റിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അറിയാൻ സാധിച്ചത് ഓൾമോസ്റ്റ് അത് സാങ്ഷൻ ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇനി പാപ്പുവ ന്യൂ ഗിനി വരുന്നതാണെങ്കിൽ നമുക്ക് ഓണറബിൾ വിസ, ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വിസ കിട്ടും. പിന്നെ ഇപ്പോൾ അച്ഛനൊക്കെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ട് ബന്ധപ്പെട്ട വിസയാണ്. അതൊക്കെ 3 വർഷം. അത് വേറെ ടൈപ്പ് വിസയാണ്. നമ്മൾ വരുമ്പോൾ ടൂറിസ്റ്റ് വിസ അല്ലെങ്കിൽ വിസിറ്റേഴ്സ് വിസ എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി മുതൽ ഓണറബിൾ കിട്ടും. അത് എന്നോട്ടാണെന്നുള്ള അപ്ഡേറ്റ് ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ കുറച്ച് ആളുമ്പോൾ എന്തായാലും അറിയാം. ഇപ്പം നിലവിൽ ഈ വിസ എടുത്തിട്ട് വേണം വരാൻ. അപ്പോൾ ഞാൻ ഇതുപോലെ അപേക്ഷിച്ചപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ആദ്യം കൊച്ചിയിൽ നിന്ന് നമ്മൾ നേരെ മലേഷ്യ കുലാലംപൂർ പോകുന്നു. ഞാൻ ഒരു ദിവസം അവിടെ കറങ്ങുന്നു. അന്ന് വൈകിട്ട് തന്നെ നമ്മൾ ഓൾറെഡി ചെയ്ത പോലെ തന്നെ അതിനുശേഷം നേരെ മനില വഴി ഫിലിപ്പീൻസ് വഴി പോർട്ട് മൊറസ്ബേ പാപ്പുവ ന്യൂ ഗിനി വരുന്നു. അവിടെ നിന്ന് ഞാൻ ഓക്കലൻഡ് ന്യൂസിലാൻഡ് പോകുന്നു. പിന്നെ മെൽബൺ വരുന്നു, ഓസ്ട്രേലിയ വരുന്നു, പിന്നെ സിംഗപ്പൂർ വരുന്നു, നാട്ടിലോട്ട് തിരിച്ചു വരുന്നു. ഇങ്ങനെയായിരുന്നു എൻ്റെ പ്ലാൻ. ഒരു ക്ലോക്ക് വൈസ് ആയിരുന്നു. പക്ഷേ എനിക്കൊരു പണി കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ബാക്കി എല്ലാ വിസ എനിക്ക് ഓക്കെയാണ്, ബാക്കി എല്ലാ സംഭവം റെഡിയാണ്. പാപ്പുവ ന്യൂ ഗിനിയുടെ വിസക്ക് ഞാൻ അപേക്ഷിച്ചു. എനിക്ക് 10 ദിവസം കഴിഞ്ഞിട്ടും വിസ വരുന്നില്ല. അപ്പം ഞാൻ അവർക്ക് എംബസിയിലോട്ട് മെയിൽ അയക്കുന്നു. അങ്ങനെ അപ്പോൾ അവർ റിപ്ലൈ വരുന്നു, ഇവിടെ പോർട്ട് മൊറസ്ബിന്ന് അപ്രൂവൽ വരണം, അത് വന്നു കഴിഞ്ഞാൽ ഉടനെ എനിക്ക് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യേണ്ട ഒരു ഡേറ്റ് ഉണ്ടല്ലോ, നമ്മൾ ആ ഡേറ്റിൽ ഫ്ലൈറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടേക്കല്ലേ. ഒരു ഫ്ലൈറ്റ് അല്ല, നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് പല രാജ്യങ്ങൾ പോകല്ലേ. ഇതെല്ലാം ബുക്ക് ചെയ്തിട്ടേക്കാണ്. അതെല്ലാം ഒറിജിനൽ ടിക്കറ്റാണ്. വേറെ നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ. ഇതിൻ്റെ വിസ മാത്രം കിട്ടിയാൽ മതി. ഇത് 5 ദിവസത്തിനുള്ളിൽ സാധാരണ കിട്ടുകയും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നോക്കിയപ്പോൾ വിസ വരുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേറ്റ് ആയിട്ടും വിസ വരുന്നില്ല. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഫ്ലൈറ്റ് മൊത്തം ക്യാൻസൽ ചെയ്യേണ്ടി വന്ന്. നമുക്ക് വലിയൊരു എമൗണ്ട്, നിങ്ങൾക്കറിയില്ല ഫ്ലൈറ്റ് 10 പൈസ തിരിച്ചിട്ടില്ലേ, ഫ്ലൈറ്റുകാർ 10 പൈസ തിരിച്ചു തരില്ല. നമ്മൾ സാധാരണ ടിക്കറ്റാണ് ബുക്കും ചെയ്തേക്കണം. അപ്പം ഒരു നല്ലൊരു പൈസ എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഭയങ്കരമായിട്ട് നഷ്ടം വന്നു. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായി. ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ ട്രാവൽ ചെയ്യേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോൾ വിസ വന്നു. അതായത് ഞാനൊരു 5-ാം തീയതിയാണ് ട്രാവൽ ചെയ്യാമെന്ന് വിചാരിക്കുക. പക്ഷെ എനിക്ക് വിസ വരുന്നത് 7-ാം തീയതി. മനസ്സിലായി? അങ്ങനെ ആയിപ്പോയി. അപ്പോൾ ആകെപ്പാട് നമ്മുടെ പ്ലാനൊക്കെ തെറ്റി, മൊത്തം പ്രശ്നമായി, കുറേ കാശൊക്കെ പോയി. ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുമ്പോൾ 10 പൈസ റീഫണ്ട് ഇല്ല. അങ്ങനെ കുറേ, അതാണ് എനിക്ക് വന്നൊരു പ്രശ്നം. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സമയത്ത് ഞാൻ വിസക്ക് അപേക്ഷിച്ച സമയത്ത് കുറച്ച് ദിവസം ഹോളിഡേ ഉണ്ടായിരുന്നു. അതായത് 5 വർക്കിംഗ് ഡേ എന്നാണ് പറയുന്നത്. 5 ദിവസം എന്ന് പറയുന്നത് വർക്കിംഗ് ഡേ. അതിനകത്ത് ഹോളിഡേ, ശനി ഞായർ ഇതൊന്നുമില്ല. അതെല്ലാ എംബസി അങ്ങനെ തന്നെ. അപ്പം നമുക്കറിയാത്ത ഇവിടുത്തെ വല്ല ഹോളിഡേ ഒക്കെ ആയിരിക്കും, എനിക്കറിയാൻ പാടില്ല എന്താണെന്ന്. അങ്ങനെ കുറേ ഹോളിഡേ ഒക്കെ വന്ന സമയത്ത് നമുക്ക് ഡേറ്റ് പ്രശ്നം വന്ന് അങ്ങനെ എല്ലാം ക്യാൻസൽ ചെയ്ത് ട്രിപ്പൊക്കെ മാറ്റി. അതിനുശേഷമാണ് ഞാൻ പിന്നെ 2ാമത് ഫ്ലൈറ്റൊക്കെ എടുത്ത് മലേഷ്യയിൽ നേരെ മെൽബണിലോട്ട് പോയി. മെൽബണിൽ നിന്ന് പിന്നെ ന്യൂസിലാൻഡിൽ ഇറങ്ങിയ ശേഷമാണ് നമ്മൾ പോർട്ട് മൊറസ്ബേ വരുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ എനിക്ക് ഉണ്ടായ അനുഭവം. സംഭവം വേറെ പ്രശ്നമൊന്നുമില്ല. വിസയൊക്കെ സുഖമായിട്ട് കിട്ടിയെങ്കിലും നമുക്ക് പ്രതീക്ഷിച്ചതിനേക്കാളും വൈകിയാണ് വിസ വന്നത്. അതിൻ്റെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി മുതൽ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി കുറച്ച് നാൾക്ക് ശേഷം, എപ്പോഴാണെന്ന് അറിയില്ല, ഇവിടുത്തെ പാർലമെൻറ്റിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായി എന്ന് പറയുന്നുണ്ട്. ഇന്ത്യൻസിന് മാത്രമല്ല, വേറെ കുറേ രാജ്യങ്ങളുണ്ട്. അതിനകത്ത് ഇന്ത്യക്കാർക്കും ഓണറബിൾ വിസ കൊടുക്കാനുള്ള സൗകര്യം ഇനി മുതലുണ്ടാവും. അപ്പോൾ പിന്നെ ഈ വക ടെൻഷനൊന്നുമില്ല വിസ വൈകോ. പക്ഷേ നോർമലി ഇവിടുത്തെ വിസ അങ്ങനെ ഡിലേ ഒന്നുമില്ല. 5 ദിവസം. ഇപ്പോൾ നമ്മൾ സിംഗപ്പൂർ, മലേഷ്യ എന്നൊക്കെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ വിസ കൊടുക്കുമ്പോൾ നമുക്ക് 5 ദിവസത്തിനുള്ളത് കിട്ടുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനുള്ള, ഇപ്പം ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂരിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ട്. അത്യാവശ്യം നല്ല റേറ്റ് ആവും. അതല്ലെങ്കിൽ പിന്നെ മലേഷ്യ വഴി മനില വഴി, മലേഷ്യയിൽ നിന്ന് കുലാലംപൂർ, മനില, പിന്നെ പോർട്ട് മൊറസ്ബേ. ഫിലിപ്പീൻസ് ഒരു ട്രാൻസിറ്റ് ഉണ്ടാവും. അപ്പോൾ ചില സമയത്ത് അത് വരുമ്പോൾ നോക്കണം. ഫിലിപ്പീൻസിൽ സെൽഫ് ചെക്കിങ് ആണെങ്കിൽ നമുക്ക് ഫിലിപ്പീൻസ് വിസ എടുക്കേണ്ടി വരും. അപ്പോൾ അത് എങ്ങനത്തെ ഫ്ലൈറ്റാണെന്ന് ചെക്ക് ചെയ്തില്ലെങ്കിൽ പണി കിട്ടും. ഇപ്പം ഞാൻ വന്നത് നമ്മളിങ്ങനെ ഒരു വലിയ റൗണ്ട് ട്രിപ്പ് ആയതുകൊണ്ട് നമ്മൾ ന്യൂസിലാൻഡിൽ നിന്നാണ് ഇങ്ങോട്ട്, ബ്രിസ്ബൺ ഓസ്ട്രേലിയ വഴിയാണ് ഇങ്ങോട്ട് വന്നത്. നമ്മുടെ ട്രിപ്പ് ആദ്യം പ്ലാൻ ചെയ്തത് ഞാൻ പറയില്ലേ, ക്ലോക്ക് വൈസ് ആയിരുന്നു. ഇപ്പോൾ ഇങ്ങനത്തെ കുറേ വിസ ഡിലേ വന്നപ്പോൾ ഞാൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആക്കി. അപ്പോൾ ഫ്ലൈറ്റൊക്കെ ആകെ പ്രശ്നമായി. അപ്പോൾ ആക്ച്വലി ഞാൻ ആ പഴയ ആ ഒരു ട്രിപ്പിൽ എടുത്തേക്കണ ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഓസ്ട്രേലിയക്ക് പോകുന്നത്. ഞാനിപ്പോൾ ഈ നാട്ടിലോട്ടല്ല പോകുന്നത്, ഇപ്പോൾ ഞാൻ ഓസ്ട്രേലിയയിലോട്ടാണ് പോകുന്നത്. എന്നിട്ട് 2 ദിവസം അവിടെ ഓസ്ട്രേലിയ നിൽക്കുന്നു, എന്നിട്ട് നേരെ സിംഗപ്പൂർ, എന്നിട്ട് നാട്ടിലോട്ട്, അങ്ങനെയാണ് പോകുന്നത്.
അപ്പോൾ അങ്ങനെ പോകാനുള്ള കാര്യം ഇപ്പം എനിക്ക് ഇവിടുന്ന് നേരെ സിംഗപ്പൂർക്ക് ഡയറക്റ്റ് ഫ്ലൈറ്റ് ഉണ്ട്, വേണമെങ്കിൽ അതെടുത്ത് വീട്ടിൽ പോകാം. പക്ഷേ അത് പിന്നെയും പൈസ അതിന് വേണം, അതിന് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഓൾറെഡി നമ്മൾ പഴയ 10 പൈസ തിരിച്ച് കിട്ടാത്ത ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഓസ്ട്രേലിയയിൽ നിന്ന് എടുത്തത് ആദ്യത്തെ ബുക്കിങ്, ഞാൻ വിചാരിച്ചു അത് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു മെൽബണിലോട്ടൊരു ടിക്കറ്റ് മാത്രം എക്സ്ട്രാ എടുത്താൽ മതി, അതിന് 25,000 സംതിങ് ആയിട്ടുള്ളൂ. മറ്റേത് 40,000 മുകളിൽ വീണ്ടും പിന്നെയും ചിലവ് വരും. 40 അല്ല, അതിന് കൂടുതലാവില്ല ചാ, അതിനും കൂടുതൽ വരും, നല്ല പൈസയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒരു ഓൾറെഡി ടിക്കറ്റ് എടുത്ത് വെച്ചേക്കാണ്, ഇനി വെറുതെ കുറേ കാശുകളാണ് എന്ന് വിചാരിച്ചിട്ട് 2 ദിവസം മെൽബൺ ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ മെൽബണിലോട്ടാണ് ടിക്കറ്റ് എടുത്തേക്കണം. കോണ്ടാസ് എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയയുടെ തന്നെ എയർലൈൻ ഉണ്ട്, അതിൻ്റെ കുറച്ച് വള്ളിയുണ്ട്. എനിക്കിനി 1.5 മണിക്കൂറാണ് ലേ ഓവർ ഉള്ളത്. അത് ഡൊമസ്റ്റിക്കിലോട്ട് ടെർമിനലിൽ മാറാനുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഇനി വരാനുണ്ട്. അപ്പോൾ നോക്കാം എന്താണ് സംഭവിക്കണമെന്ന്. അപ്പോൾ അതാണ് നമ്മുടെ ഈ ട്രിപ്പിൽ ഇതുവരെ നടന്ന കഥകൾ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികരുടെ ശ്മശാനത്തിലാണ്. പുറകിൽ കാണാം. ഇവിടെ ഏറ്റവും ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവം, ഇവിടെ ഒരു ഇന്ത്യയുടെ പേര് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ്. യുണൈറ്റഡ് കിങ്ഡം, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, സൗത്ത് അമേരിക്ക, ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ഇത്രയും രാജ്യങ്ങളുടെ ആളുകളുടെ ശ്മശാനമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ ഇവിടെ നടന്ന യുദ്ധത്തിൽ, അതായത് ഓസ്ട്രേലിയൻസും അതുപോലെ തന്നെ പാപ്പുവ ന്യൂഗിനിയിലുള്ള ആളുകളടക്കം ഈ ഓസ്ട്രേലിയൻ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ US ആർമി ഉണ്ടായിരുന്നു. ഇവരായിരുന്നു ഒരു സഖ്യം. ഓപ്പോസിറ്റ് നിന്നത് ജാപ്പനീസ് സൈന്യമായിരുന്നു. അപ്പോൾ അവർ തമ്മിലായിരുന്നു യുദ്ധം നടന്നിരുന്നത്. 1942 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ മരിച്ച സൈനികരുടെ ശ്മശാനമാണ് ഈ കാണുന്നത്. 2ാം ലോക മഹായുദ്ധത്തിൽ മരിച്ച സൈനികർ. നമ്മൾ നാഗാലാൻഡ് പോയപ്പോൾ, അതുപോലെ മിസോറാമിലൊക്കെ പോയപ്പോൾ അവിടെയും ജപ്പാൻകാരായിട്ടുള്ള യുദ്ധം. പക്ഷേ അവിടെ ബ്രിട്ടീഷുകാരായിരുന്നു. ബ്രിട്ടീഷുകാരിൽ ഇന്ത്യക്കാരും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഈ ഓസ്ട്രേലിയൻ സൈന്യത്തിലും നമ്മുടെ ഇന്ത്യക്കാരും ഉണ്ടായിരുന്നു. ഈ ഒരു വാർ സെമിട്രിയിൽ ഏകദേശം 12,000-ഓളം ഓസ്ട്രേലിയൻസിന്റെ സ്മാരകങ്ങളാണ് ഉള്ളത്, അല്ലെങ്കിൽ അവരുടെ ഒരു മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. പലരുടെയും ബോഡി ഒന്നും കിട്ടിയിട്ടില്ല, പക്ഷേ അവർ അൺനോൺ സോൾജേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പല ശിലകളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഏകദേശം 10,000-ഓളം പാപ്പുവ ന്യൂഗിനിയിൽ നിന്നുള്ള സൈനികരുടെയും ഇവിടെ അടക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ട പോലെ പാകിസ്ഥാനിൽ നിന്നും പിന്നെ ഇന്ത്യയിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിൽ നിന്നുള്ള സൈനികരുടെ മെമ്മറിയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടുത്തെ ഈ ശിലാഫലകത്തിൽ ഏത് ബറ്റാലിയനാണ്, ആരാണ്, എത്ര വയസ്സുണ്ട്, എന്നാണ് മരിച്ചത് എന്ന ഡീറ്റെയിൽസ് ഒക്കെ പലതിലും കാണാം. പക്ഷേ ഈ കാണുന്നത് കണ്ടോ, ഈ കാണുന്ന ശിലയിൽ ആരാണെന്ന് പോലും അറിയാത്ത ഏതോ ഒരു സൈനികൻ്റെ ഫലകമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അതായത് 1939-നും 1945-നും ഇടയിൽ ഇവിടുത്തെ യുദ്ധത്തിൽ മരിച്ച ഒരു സൈനികൻ. അത് ആരാണെന്ന് അറിയില്ല, അൺനോൺ ആൻഡ് ടു ഗോഡ് എന്ന് മാത്രമാണ് വെച്ചിരിക്കുന്നത്. കണ്ടോ, ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടും ഇവിടെ ഇന്ത്യക്കാരെ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചേക്കുന്നതുകൊണ്ടും നമ്മൾ ആ പേരുകളൊന്ന് തപ്പി നോക്കി. പക്ഷെ ഇവിടെ ആയിരക്കണക്കിന് ഫലകങ്ങളുള്ളതുകൊണ്ട് നമുക്കത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. കുറേ സമയം എടുത്ത് വേണം അതൊക്കെ തപ്പി കണ്ടുപിടിക്കാൻ. പലരുടെയും പേരുകളില്ല. ഇതാണ്, അപ്പോൾ ഇതൊന്നും പേരില്ല. ആരാണ് എന്ന് പോലും അറിയാത്ത ഏതോ ഒരു സൈനികൻ, ഏത് രാജ്യത്തിൻ്റെയാണെന്ന് അറിയില്ല, എവിടെ താമസിക്കുന്നതാണെന്ന് അറിയില്ല, ഒന്നും അറിയാത്ത യുദ്ധത്തിൽ മരിച്ച സൈനികരുടെയാണ് ഈ അൺനോൺ ആൻഡ് ടു ഗോഡ് എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഉണ്ടല്ലോ, ഇത് മുഴുവനും മെയിൻറ്റെയിൻ ചെയ്യുന്നതെല്ലാം ഓസ്ട്രേലിയൻ ഗവൺമെൻറ് തന്നെയാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല ഭംഗിയിൽ നല്ല മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല രസമുണ്ട്. ഇവിടെ ഒരു ഓഫീസുണ്ട്. ഈ ഓഫീസിന് മുമ്പിൽ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കണ്ട, ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് വെറ്ററൻസ് അഫയേഴ്സ്, ഓഫീസ് ഓഫ് ദ ഓസ്ട്രേലിയൻ വാർ ഗ്രേവ്, ബൊമന്ന വാർ സെമിട്രി ഓഫീസ്. ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഓസ്ട്രേലിയൻ ഡോളറാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. അതല്ലേ, അവിടുത്തെ രീതിയിലുള്ള അതേ സ്റ്റാൻഡേർഡ്, അത് ഇവിടുത്തെ പൈസ അല്ല, ഓസ്ട്രേലിയൻ പൈസയാണ്. അവിടുത്തെ രീതിയിലുള്ള പൈസയാണ് സാലറി ആയിട്ട് കൊടുക്കുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്. ഇവിടുത്തെ സെക്യൂരിറ്റി ആണ്. നെയിം, വാട്ട്സ് ദ നെയിം? ലിയോ ആലോചിച്ചിട്ടൊക്കെ ഉള്ളവരാണ്. ഓക്കെ, യു ടോക്ക് സംതിങ്. Okay, bye. Look at you. Some time you come. Okay. See you. Bye. Okay, bye. Okay. See you. അപ്പോൾ നമ്മുടെ സെക്യൂരിറ്റി ചേട്ടനോട് ഒന്ന് ടാറ്റ പറഞ്ഞു. ഇവിടെ കപ്പൂച്ചിൻ ഇതുണ്ട് കേട്ടോ, ഡിനോമിനേഷന്റെ കപ്പൂച്ചിൻ, നമ്മുടെ കപ്പൂച്ചിൻ ഫാദേഴ്സ് ഇവിടെ ഉണ്ട്. അതുപോലെ ഈ 2ാം ലോക മഹായുദ്ധ കാലത്ത് മരിച്ച സൈനികരുടെ ബോഡിയുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും കണ്ടുകിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ കണ്ടുകിട്ടുന്ന ബോഡിയുടെ അവശിഷ്ടങ്ങളൊക്കെ അവർ DNA ടെസ്റ്റ് നടത്തിയിട്ട്, ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ആണ്. DNA ടെസ്റ്റ് നടത്തിയിട്ട്
അത് ആരുടെയാണെന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഓഫീസൊക്കെയാണ് ഈ നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന ഈ ആയുധങ്ങളൊക്കെ, ചില സമയത്ത് ബോംബുകളൊക്കെ ഇപ്പോഴും പല സ്ഥലത്തുനിന്നും കണ്ടു കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ വന്നു. കോണ്ടാസ് എന്ന് പറയുന്ന ഫ്ലൈറ്റാണ് നമ്മൾ എടുത്തേക്കണം. ബോർഡിംഗ് ബസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് BSB എന്ന് പറയുന്ന ഒരു ഫോറിൻ കറൻസിയാണ്. BSB എന്ന് പറയുന്ന ഇവിടുത്തെ ബാങ്കാണ്. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് എൻ്റെ പോർട്ട്മോർ ബാങ്ക് ഓഫ് സൗത്ത് പസഫിക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം, അതായത് BSBയുടെ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് പൈസ എൻ്റെ ഇരിപ്പുണ്ടായി. അപ്പോൾ ഞാനത് ഓസ്ട്രേലിയൻ മണിയിലോട്ട് കൺവേർട്ട് ചെയ്തു. കുറച്ച് നഷ്ടമാണെന്ന് തോന്നുന്നു, എന്നാലും രക്ഷയില്ല. പാപ്പാനീനയുടെ പൈസ കൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ഒന്നില്ലെങ്കിൽ ഓസ്ട്രേലിയന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തന്നെ മാറണം, എന്നാലേ പുറത്തെടുക്കില്ല. എനിക്കവിടെ ഫിലിപ്പീൻസിലൊക്കെ എടുക്കുമായിരിക്കും ആ വഴി, ചിലപ്പോൾ സിംഗപ്പൂർ എടുക്കുമായിരിക്കും അച്ഛാ, അറിയില്ല. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ അങ്ങ് മാറി. അപ്പോൾ അച്ഛനോട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ പോകണം. മുകളിലോട്ട് വന്നുണ്ടോ? വാ കയറാം. അച്ഛനെ വീഡിയോയിൽ അങ്ങനെ കാണിക്കണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണിക്കണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഇത് ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണ്. ഇവിടെ കുറേ മദ്യം, ചോക്ലേറ്റ്, അങ്ങനെയുള്ള സാധാരണ നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും ഉണ്ട്. ബാഗൊക്കെ ഇരിക്കും നോക്കി. അങ്ങനെ വിമാനത്തിൽ കയറാനുള്ള കാത്തിരിപ്പാണ്. കോണ്ടസ് എന്ന് പറയുന്ന എയർലൈൻ്റെ ബോയിങ് 737 QF58 എന്ന് പറയുന്ന ഒരു വിമാനത്തിലാണ് നമ്മൾ പോകുന്നത്. പോർട്ട് മൊറസ്ബിയിൽ നിന്ന് ആദ്യം ബ്രിസ്ബണിലേക്കും പിന്നീട് മെൽബണിലേക്കാണ് നമ്മൾ പോണേട്ടാ. ഉച്ചക്ക് 1:25 നമ്മുടെ വിമാനം പുറപ്പെടുന്നത്. 3 മണിക്കൂറും 10 മിനിറ്റും കൊണ്ട് വൈകിട്ട് 4:35 ആകുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലെത്തും. വേറൊരു കാര്യമുള്ളതേ, ഈ പാപ്പാന്യൂഗിനിയിലെ സമയവും ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിലെ സമയവും ഒന്ന് തന്നെയാണ് കേട്ടോ. അതുപോലെ ബ്രിസ്ബണിൽ ചെന്ന് ഇറങ്ങിയ ശേഷം നമുക്ക് വിമാനം മാറി കയറണം. അത് ഡൊമസ്റ്റിക് ടെർമിനലാണ് പോകേണ്ടത്. ആകെ ലേ ഓവർ സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ ബ്രിസ്ബണിൽ നിന്ന് വൈകിട്ട് 6:15 മെൽബണിലേക്കുള്ള വിമാനം ഉള്ളത്. അത് മെൽബൺ സമയം രാത്രി 9:35 എത്തും. അങ്ങനെ നമ്മുടെ പാപ്പാന്യൂഗിനി യാത്ര ദേ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു രാജ്യത്ത് വന്നിട്ട് ആ രാജ്യം നല്ല രീതിയിൽ കാണാനും ചിത്രീകരിക്കാനും സാധിച്ച ഒരു സംതൃപ്തിയിലാണ് ഞാൻ വിമാനത്തിലിരുന്ന് പാപ്പാന്യൂഗിനിയുടെ അവസാന കാഴ്ചകൾ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ജീവിതത്തിൽ ഇങ്ങോട്ടൊക്കെ വരുമോന്ന് പോലും അറിയില്ല. ഏത് രാജ്യത്തുനിന്ന് വിട പറയുമ്പോഴും മനസ്സിലൊരു ചെറിയൊരു വിഷമം ഉണ്ടാവും കേട്ടോ. ഞാൻ കണ്ട കാഴ്ചകളും അനുഭവങ്ങളൊക്കെ എന്നും മനസ്സിലുണ്ടാവും. നമ്മൾ വിമാനത്തിലിരുന്ന് നോക്കുമ്പോൾ കാണാം ഈ രാജ്യത്തെ പച്ചപ്പ്. ഈ പാപ്പാന്യൂഗിനി എന്ന് പറയുന്നത് 28.2 ദശലക്ഷം ഹെക്ടർ വനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണ് കേട്ടോ. ഈ രാജ്യത്തിന്റെ 65% വനമാണ്. ഇതില് മഴക്കാടുകളും നിത്യഹരിത വനങ്ങളും ചതുപ്പ് വനങ്ങളും കണ്ടൽക്കാടുകളും അതുപോലെ ഉയർന്ന ജൈവ വൈവിധ്യമുള്ള മലനിരകളും താഴ്ന്ന പ്രദേശങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ വനങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ ആമസോണും കോങ്കോ റെയിൻ ഫോറസ്റ്റിന്റെ ഒപ്പം ഈ രാജ്യത്തെ ന്യൂഗിനി റെയിൻ ഫോറസ്റ്റും ആ പട്ടികയിൽ കാണും. അതുപോലെ പാപ്പാന്യൂഗിനി എന്ന് പറയുന്നത് ഇവിടെ സ്വർണവും കോപ്പറും ഓയിലും നാച്ചുറൽ ഗ്യാസും മിനറൽസ് ഒക്കെ കൊണ്ട് സമ്പന്നമായ രാജ്യമാണ്. അതുപോലെ നമ്മളിപ്പോൾ പോകുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കോറൽ സീ എന്ന് പറയും. അതായത് ഈ തെക്കൻ പസഫിക് സമുദ്രത്തിൽ ഓസ്ട്രേലിയയുടെ വടക്ക് കിഴക്കൻ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കടലാണ് കോറൽ സീ. നിരവധി പവിഴപ്പുറ്റുകൾ അടങ്ങുന്ന ദ്വീപുകൾ ഉള്ളത് കൊണ്ടാണ് ഈ കടലിന് ആ ഒരു പേര് കിട്ടിയത്. വടക്ക് കിഴക്കൻ ഓസ്ട്രേലിയൻ തീരത്ത് നിന്ന് 2000 കിലോമീറ്റർ അകലെ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ കോറൽ സീയിലാണ് ജപ്പാൻ സാമ്രാജ്യത്തിന്റെ നാവികസേനയും അമേരിക്കൻ ഓസ്ട്രേലിയൻ നാവികസേനയും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായ കോറൽ സീ യുദ്ധം നടന്ന സ്ഥലം. 1881 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിച്ച ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുറ്റുകളിലൊന്നായ ഗ്രേറ്റ് ബാരിയർ റീഫ് ഉൾപ്പെടുന്ന നിരവധി കോറൽ ദ്വീപുകളും ഈ കോറൽ സീൽ കടലിലുണ്ട്. ഇതൊരു ജൈവ മേഖല ആയതുകൊണ്ട് ഓസ്ട്രേലിയൻ കോറൽ സീ മറൈൻ പാർക്കായിട്ട് സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ്. എണ്ണ പരിവേഷണ പദ്ധതികളെല്ലാം 1975 തന്നെ അവസാനിപ്പിച്ചു. കൂടാതെ പല പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങളുണ്ട്. അതുപോലെ ഈ കടലില് ഒരുപാട് പാറക്കെട്ടുകളും ദ്വീപുകളും അതുപോലെ പക്ഷികളാലും ജലജീവികളാലും സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ്. കൂടാതെ ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് ഈ ഒരു പ്രദേശം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. ബ്രിസ്ബണിൽ നിന്ന് ഒരു 66 കിലോമീറ്റർ മാറി തെക്ക് കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു തീരദേശ നഗരമാണ് ഗോൾഡ് കോസ്റ്റ്. ബ്രിസ്ബെയിൻ കഴിഞ്ഞാൽ ഓസ്ട്രേലിയയിലെ ക്യൂൻസ്ലാൻഡിലെ 2ാമത്തെ വലിയ നഗരമാണ് ഗോൾഡ് കോസ്റ്റ്. അതുപോലെ ഓസ്ട്രേലിയയിലെ തന്നെ 6ാമത്തെ വലിയ നഗരമാണ് ഗോൾഡ് കോസ്റ്റ്. അവിടെ ഏകദേശം 6 ലക്ഷത്തിലധികം ആളുകൾ താമസിക്കുന്നുണ്ട്. 1920 മുതൽ ടൂറിസം മേഖലയിൽ അത് സാമ്പത്തിക വളർച്ചയ്ക്ക്
കാരണമായ ഒരു പ്രദേശമാണ്. 1959ഓടെയാണ് ഗോൾഡ് കോസ്റ്റ് ഒരു നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ രാജ്യത്തിന്റെ തന്നെ വിനോദസഞ്ചാര വ്യവസായത്തിന്റെ പ്രധാന കേന്ദ്രമായിട്ട് ഈ ഗോൾഡ് കോസ്റ്റ് മാറി. 21-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു പ്രധാന ചലച്ചിത്ര ടെലിവിഷൻ നിർമ്മാണ വ്യവസായങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടും ഗോൾഡ് കോസ്റ്റ് മാറി. ഇന്നെന്തായാലും ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സർഫിംഗ് ബീച്ചുകളും തീം പാർക്കുകളും നൈറ്റ് ലൈഫ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇന്ന് ബ്രിസ്ബണിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ആ ഗോൾഡ് കോസ്റ്റ് എന്ന് പറയുന്ന സ്ഥലം. ഈ ബ്രിസ്ബേൺ എന്ന് പറയുന്നത് ക്യൂൻസ്ലാൻഡിന്റെ തലസ്ഥാനവും ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 3ാമത്തെ നഗരമാണ് ബ്രിസ്ബേൺ. ഓസ്ട്രേലിയയിലെ 3ാമത്തെ വലിയ തുറമുഖവും ബ്രിസ്ബേണിലാണ്. അതുപോലെ ഏറ്റവും ജീവിക്കാൻ കഴിയുന്ന നഗരങ്ങളുടെ പട്ടികയിൽ ഉയർന്ന റാങ്ക് നേടിയിട്ടുള്ള ബ്രിസ്ബേണിൽ ഏകദേശം 2.6 ദശലക്ഷം ജനങ്ങൾ താമസിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ആർമി ജനറലും 1821 മുതൽ 1825 വരെ ന്യൂ സൗത്ത് വെയിൽസിന്റെ ഗവർണറുമായിരുന്ന സർ തോമസ് ബ്രിസ്ബേന്റെ പേരിലാണ് ഈ ഒരു നഗരം അറിയപ്പെടുന്നത്. പണ്ട് 1824 സിഡ്നിയിൽ നിന്നുള്ള കുറ്റവാളികൾക്കുള്ള സെറ്റിൽമെന്റ് സ്ഥാപിച്ചത് ബ്രിസ്ബേണിലായിരുന്നു. പിന്നീട് 1859 ബ്രിസ്ബേൻ ക്യൂൻസ്ലാൻഡിന്റെ തലസ്ഥാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഈ നഗരം ഒരു പ്രധാന തുറമുഖമായും കുടിയേറ്റത്തിന്റെ ഒരു കേന്ദ്രമായിട്ടും വളർന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്കൻ ആർമിയുടെ ആസ്ഥാനവും സൗത്ത് വെസ്റ്റ് പസഫിക്കിലെ സഖ്യസേനയുടെ കമാൻഡിന്റെ ആസ്ഥാനവും ഈ ബ്രിസ്ബേണിലായിരുന്നു. 1820കളിലാണ് യൂറോപ്യന്മാര് ഓസ്ട്രേലിയയിലോട്ട് കുടിയേറുന്നത്. അന്നത്തെ കാലത്ത് ഓസ്ട്രേലിയയിലെ ആദിമ നിവാസികളായിരുന്ന ഒരുപാട് ആദിവാസി ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ബ്രിസ്ബേൻ. അതിൽ പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് ടർബലും യുഗേരയും. ഈ ജനവിഭാഗങ്ങൾ 32,000 വർഷത്തിലേറെയായിട്ട് ഈ പ്രദേശത്ത് താമസിക്കുന്നവരാണ്. ഈ പ്രദേശത്തിന്റെ പരമ്പരാഗത ഉടമസ്ഥാവകാശം ആദിവാസി വിഭാഗങ്ങളായ യുഗേര, ടർബൽ എന്നീ ജനവിഭാഗങ്ങൾക്കാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ടർബൽ ഭാഷയിൽ പെടുന്ന യുഗേര ഭാഷയാണ് ഈ ജനവിഭാഗങ്ങൾ സംസാരിക്കുന്നത്. ബ്രിസ്ബേണിന്റെ പേര് അവരുടെ ഭാഷയിൽ മഞ്ചിൻ എന്നാണ്. ബ്രിസ്ബേൺ ഇന്ന് പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. അതുപോലെ തന്നെ ഏഷ്യ പസഫിക്കിലെ പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിലും ബയോടെക്നോളജിയിലും ഗവേഷണത്തിന്റെയും നവീകരണത്തിന്റെയും ഒരു പ്രധാന കേന്ദ്രമാണ് ബ്രിസ്ബേൺ. ഇനി 1.5 മണിക്കൂറിൽ ഇന്റർനാഷണൽ ടെർമിനൽ മാറി ഡൊമസ്റ്റിക്കിലേക്ക് പോകണം. അതിനു മുമ്പ് ഇമിഗ്രേഷനിൽ പോകണം, വിസയുടെ പ്രോസസ്സിങ് കഴിയണം, ബാഗ് ചെക്ക് ചെയ്യണം, എക്സിറ്റ് അടിക്കണം, പിന്നെ ഡൊമസ്റ്റിക്കിലോട്ട് പോകണം. എൻ്റെ മോനെ ഓട്ടമുണ്ട്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഈ ബ്രിസ്ബേൺ എയർപോർട്ടിൽ. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഭീകര തിരക്കായിരുന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഉള്ളിൽ തന്നെ നമ്മൾ ഗേറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ ബാഗ് ഈ എയർപോർട്ടിൽ തന്നെ കൊടുത്താൽ മതി. കണ്ടോ, ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ഇവിടെ ഉണ്ട്. ഇവിടെ കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ബസ് കയറി പോകണം. ബസ് ഇവിടെ എങ്ങാണ്ടും വരും, നമുക്ക് നോക്കാം. നമ്മുടെ ഇവിടെ ബാഗ് കൊടുത്തു. ഇവിടെ ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ബസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ഡൊമസ്റ്റിക്കിലേക്ക് മാറാനായിട്ട് നമുക്ക് ഇവിടുന്ന് ഫ്രീ ആയിട്ട് ബസ് കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെയാണെന്ന് തോന്നുന്നു ഡൊമസ്റ്റിക് ട്രാൻസ്ഫർ ബസ് എന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോകണമായിരിക്കും. അങ്ങോട്ട് പോകണ്ട, ഇവിടെ തന്നെ. ഇവിടെ നമ്മൾ വന്നപ്പോൾ പരിചയപ്പെട്ട മലയാളി ചേട്ടനാണ്. ചേട്ടൻ പാപ്പുനിയിലാണ് വർക്ക് ചെയ്യണല്ലേ? ഓ ശരി. നമ്മൾ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോഴേ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആളാ. പേരെന്തായിരുന്നു? ജോമോൻ അല്ലേ? ഓക്കെ. നാട്ടിൽ വരുന്നാളോ അല്ലേ? പറവൂര്. ഓക്കെ, നൈസ്. ഓക്കെ. അപ്പോൾ ഓസ്ട്രേലിയയിൽ 10 ദിവസം വെക്കേഷൻ വന്നാണോ? അല്ല, ഞാനൊരു ബിസിനസ് അതിന് വന്നാണ്. ഓക്കെ 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 ശരി. ഓക്കെ. എവിടെ പോയാലും ആരെങ്കിലും ഒക്കെ കാണും കേട്ടോ. ഇവിടെയാണ് ബസ് തന്നെ. ഓക്കെ സെറ്റ്. ഇത് അറേവൽ ലെവൽ 2 ആണ് കേട്ടോ. ലെവൽ 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണോ വണ്ടി? ഓക്കെ. ട്രാൻസ്ഫർ ബസ് വന്നു. ടെർമിനൽ ട്രാൻസ്ഫർ. വണ്ടി വന്ന്. അടിപൊളി. ഇത് ഫ്രീ ആണ് കേട്ടോ, കാശൊന്നും കൊടുക്കണ്ട. ഒരു 5 മിനിറ്റ് ഉള്ളൂ. അത് നേരെ അടുത്ത ടെർമിനൽ. അറൈവിങ് ഞാൻ ഇവിടെ ഡീറ്റെയിൽസ് വെച്ചിട്ടുണ്ട്. അറൈവിങ് 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോൾ വരും എന്നൊക്കെ കാണാം. ബ്രിസ്ബൺ എയർപോർട്ട്. ഇതാണ് ബസ്. AC ബസ്സാണ്. നമ്മൾ ഒരു 8 മിനിറ്റിനുള്ളിൽ ഇവിടെ വന്നട്ടാ. ഹലോ. അപ്പോൾ ശരി, ചേട്ടൻ സിഡ്നിക്കാണ്. ഓക്കെ ബൈ. ഓക്കെ. ഞാൻ മെൽബണിലോട്ട്. അപ്പോൾ നമ്മൾ 8 മിനിറ്റ് കൊണ്ടാണ് ഇവിടെ എത്തിയത്. കറക്റ്റ് പറഞ്ഞാൽ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും. വലിയ സീനൊന്നുമില്ല. അപ്പോൾ സമയം ഇപ്പോൾ 5:15. നമ്മുടെ വണ്ടി ബോർഡിങ് ടൈം 6 മണിക്കാണ്. 6:25 നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത്. എന്തായാലും കുഴപ്പമില്ല, സമയമുണ്ട്. ഭാഗ്യം. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു. ഇത്ര 1.5 മണിക്കൂറിൽ പണിയാകും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ പേടിക്കേണ്ടി വന്നില്ല. അപ്പോൾ ഇവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ഓൾറെഡി ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി.
ഇനി നേരെ സെക്യൂരിറ്റി ചെക്കിലോട്ട് പോയാൽ മതി. കാരണം നമ്മുടെ ബാഗൊക്കെ ഓൾറെഡി കൊടുത്തു വിട്ടല്ലോ. ഈ സെക്യൂരിറ്റി ചെക്ക് എവിടെയാണോ? അവിടെയാണോ? അത് തപ്പിക്കണ്ടുപിടിക്കട്ടെ. കൊള്ളാട്ടോ, പരിപാടി കൊള്ളാം, എളുപ്പമാണ്. അപ്പോൾ സമയം 5:30. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് അവിടെയും വലിയ തിരക്കൊന്നുണ്ടായിരുന്നില്ല. അവിടെ ജസ്റ്റ് ഒരു 10 മിനിറ്റത്തെ കാര്യം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ ഇവിടെ ലോഞ്ച് ഉണ്ട് കേട്ടോ. ഈ കോണ്ടാസ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ഫ്ലൈറ്റ്. അതിന് ലോഞ്ച് ഉണ്ട്. പക്ഷെ നമ്മൾ എക്കണോമിക്കാണ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ എൻ്റെ കയ്യിൽ കാർഡുമില്ല. അപ്പോൾ നമ്മുടെ ഇത് ഏതാണ്? ഗേറ്റ് മാറിപ്പോയി. ഗേറ്റ് 24ആണല്ലോ. അപ്പോൾ ഞാൻ നടന്ന വഴി മാറിപ്പോയി. ഗേറ്റ് 24ലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇൻ്റർനാഷണൽ ട്രാൻസ്ഫർ താഴത്തോട്ട്. ഇവിടുത്തെ പരിപാടി എന്നാലും കൊള്ളാട്ടോ. നമ്മുടെ ബാഗ് നേരെ കൊണ്ടുപോയി അവിടെ കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് ബസ് കയറി പോവാം. വളരെ സുഖമാണ്, അടിപൊളി പരിപാടി. ഏതാണ്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ഇവിടെ എത്തി. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് സീനായിട്ടിരിക്കുകയായിരുന്നു. എന്തായാലും ഇനി നമുക്ക് ഒരു അരമണിക്കൂർ എക്സ്ട്രാ ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കുറച്ച് നേരം ഇരിക്കാം, ഫുഡൊക്കെ കഴിക്കാം. സമയം പോലെ ഫ്ലൈറ്റിലോട്ട് കയറാം. 6 മണിക്കാണ് നമ്മുടെ ബോർഡിങ് ടൈം. എന്തായാലും കൊള്ളാട്ടോ, ടെൻഷൻ അടിച്ചൊക്കെ വെറുതെ. കോണ്ടാസ് എയർലൈൻ ബോയിങ് 737 QF633 എന്ന വിമാനത്തിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ബ്രിസ്ബണിൽ നിന്ന് 6:15 പുറപ്പെട്ട് 2 മണിക്കൂറും 20 മിനിറ്റും യാത്ര ചെയ്ത് രാത്രി 9:35 നമ്മൾ മെൽബണിലെത്തും. ഈ ബ്രിസ്ബണിൽ വന്ന ശേഷം നമ്മൾ ഓസ്ട്രേലിയയിൽ എൻട്രി ചെയ്തിട്ടാ. ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറുന്നത്. ഞാൻ ഓസ്ട്രേലിയയിൽ എൻട്രി ചെയ്യുന്നത് ഇത് 3ാമത്തെ തവണയാണ് കേട്ടോ. എന്നിട്ടും എൻ്റെ പാസ്പോർട്ടിൽ ഓസ്ട്രേലിയയുടെ സീലില്ല. കാരണം ഇവിടെ ഫുള്ളി ഡിജിറ്റലാണ്. പാസ്പോർട്ടിൽ സീല് എന്ന പരിപാടി ഇവിടെ ഇല്ല. പാസ്പോർട്ട് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുന്നു, അതിനുശേഷം നമ്മുടെ മുഖം ഒന്ന് സ്കാൻ ചെയ്യുന്നു, പോരുന്നു, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു 1 മിനിറ്റ് മാത്രമേ ഇമിഗ്രേഷനിൽ സമയം എടുക്കുള്ളൂ. എൻ്റെ അറിവിൽ ഇമിഗ്രേഷൻ മുഴുവനും ഫുള്ളി ഡിജിറ്റലാക്കിയ ആദ്യത്തെ രാജ്യം ഓസ്ട്രേലിയയാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ ഇനി എന്നാണോ ഇങ്ങനെയൊക്കെ വരുന്നത്? ലോകം ഇത്രയും മുന്നോട്ട് പോയിട്ടും നമ്മുടെ എയർപോർട്ടിലൊക്കെ ഇപ്പോഴും സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ ബാഗിലുള്ള സാധനങ്ങൾ മൊത്തം വലിച്ചു വാരി ഇട്ടിട്ട് വേണം സ്കാൻ ചെയ്യാൻ. അതുപോലും അപ്ഡേറ്റ് ആയിട്ടില്ല. എപ്പോഴെങ്കിലുമൊക്കെ ശരിയാവുമെന്ന് വിചാരിക്കാം. അങ്ങനെ നമ്മൾ മെൽബണിലേക്ക് പറക്കുകയാണ്. നമ്മുടെ ഈ ഒരു നീണ്ട യാത്രയിൽ ഞാൻ മലേഷ്യയിൽ നിന്ന് നേരെ വന്ന് ഇറങ്ങിയത് മെൽബണിൽ തന്നെയാണ്. എന്നിട്ട് മെൽബണിൽ നിന്നാണ് നമ്മൾ ന്യൂസിലാൻഡിലോട്ട് പോയത്. അതുപോലെ നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വിമാനം കോണ്ടാസ് എന്ന് പറയുന്ന എയർലൈൻ ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഇത് ഓസ്ട്രേലിയയിലെ തന്നെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയാണ് കേട്ടോ. അതുമാത്രമല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന 3ാമത്തെ എയർലൈനാണ് ഈ കോണ്ടാസ് എയർലൈൻ. ഇത് സ്ഥാപിച്ചത് 1920 നവംബറിലാണ്. ഈ കോണ്ടാസ് എയർവേസ് അന്താരാഷ്ട്ര വിമാനങ്ങൾ ആരംഭിച്ചത് 1935ലാണ്. അന്ന് ആദ്യ അന്താരാഷ്ട്ര വിമാനം നോർത്തേൺ ടെറിട്ടറിയിലെ ഡാർവിനിൽ നിന്ന് സിംഗപ്പൂരിലേക്കാണ് പോയത്. അതുപോലെ ഈ എയർലൈൻ്റെ യഥാർത്ഥ പേര് ക്യൂൻസ്ലാൻഡ് ആൻഡ് നോർത്തേൺ ടെറിട്ടറി ഏരിയൽ സർവീസ് എന്നാണ്. അതിന്റെ ചുരുക്കപ്പേരാണ് QANTAS, കോണ്ടാസ് എന്നത്. പറക്കും കങ്കാരു എന്നാണ് ഇതിന്റെ വിളിപ്പേര്. കോണ്ടാസ് എയർലൈൻ്റെ ആസ്ഥാനം സിഡ്നിയാണ്. പ്രധാന ഹബ്ബ് സിഡ്നി എയർപോർട്ടാണ്. ഇതിന്റെ സഹസ്ഥാപനമാണ് കോണ്ടാസ് ലിങ്ക് ഓസ്ട്രേലിയയും അതുപോലെ തന്നെ മറ്റൊരു സ്ഥാപനമാണ് ജെറ്റ് കണക്ട് ന്യൂസിലാൻഡും. അതുമാത്രമല്ല, അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്ന ചെലവ് കുറഞ്ഞ എയർലൈനായ ജെസ്റ്റാറും ഈ കോണ്ടാസിന്റെ ഉടമസ്ഥതയിലുള്ള എയർലൈനാണ്. അമേരിക്കൻ എയർലൈൻസ്, ബ്രിട്ടീഷ് എയർവേസ്, കാത്തി പസഫിക്, കനേഡിയൻ എയർലൈൻസ് എന്നിവരൊക്കെ ആയിട്ട് ചേർന്നിട്ട് വൺ വേൾഡ് എയർലൈൻ അലയൻസിന്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് ഈ കോണ്ടാസ് എയർവേസ്. 2014 സെപ്റ്റംബർ 29 എയർബസ് A380 വിമാനം സിഡ്നി മുതൽ അമേരിക്കയിലെ ഡാളസ് വരെ ഒരു പുതിയ നോൺ സ്റ്റോപ്പ് സർവീസ് തുടങ്ങിയത് കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിമാനം ഉപയോഗിച്ച് ലോകത്തിലെ ഏറ്റവും ദൂരം കൂടിയ വിമാന സർവീസ് നടത്തി എന്ന പ്രത്യേകത കോണ്ടാസ് എയർവേസിന്റെ പേരിലായി. അങ്ങനെ സമയം 9:45, രാത്രി 9:45 നമ്മൾ മെൽബണിലോട്ട് ലാൻഡ് ചെയ്തു. ഇനി സിറ്റിയിലോട്ട് പോകണം. ഞാൻ ആദ്യം വിചാരിച്ചേ സിറ്റിയിലോട്ട് പോകാനായിട്ട് നമുക്ക് യൂബർ വല്ലതും വിളിച്ചിട്ട് പോകാമെന്നൊക്കെയാണ്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. അതിവിടെ സ്കൈ ബസ് എന്ന് പറഞ്ഞ സംഭവം കിടക്കണ്ട. ഈ ബസ്സിൽ കയറിയിട്ട് നമുക്ക് സിറ്റിയിലോട്ട് പോകാം. അതാകുമ്പോൾ വലിയ റേറ്റ് ഒന്നും വരില്ല. ഇതെങ്ങനെയാണ് ബുക്ക് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ ബസ്സിന് ടിക്കറ്റ് ഇങ്ങനെ എടുക്കണോ അല്ലേ? ഇത് ഓരോ 15 മിനിറ്റ് കൂടുമ്പോൾ ബസ്സുണ്ട്. ഇതുണ്ട് മെൽബൺ സിറ്റി, $22. അപ്പോൾ ഇതെടുക്കാം. പ്രൊസീഡ് ടു ബസ് സ്റ്റോപ്പ്. യെസ്, ടിക്കറ്റ് വന്നു. അടിപൊളി. അപ്പോൾ ഈ മെൽബൺ സിറ്റിയിലോട്ടും അതുപോലെ പെനിസുലയോ അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. മെൽബൺ സിറ്റി എടുത്തു, $22. ഞാൻ കാർഡ് ഇവിടെ ടാപ്പ് ചെയ്തു, അപ്പോൾ ടിക്കറ്റ് വന്നു. ഇതാണ് ടിക്കറ്റ്. $22 എന്ന് പറഞ്ഞാൽ എത്ര രൂപ നോക്കട്ടെ. ഇത് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഭാഗം കണ്ടോ, അതാണ് ഇന്റർനാഷണൽ എയർപോർട്ട്. നമ്മൾ ആദ്യ സമയം വന്ന് ഇറങ്ങിയത് അവിടെയായിരുന്നു. തൊട്ടിപ്പുറത്തുള്ളതാണ് ഡൊമസ്റ്റിക് എയർപോർട്ട്. ഇവിടെ ഗ്രാബ് ആപ്പ് ഉണ്ട്. ഇതുണ്ടോ,
ഗ്രാബ് എന്ന് പറയുന്ന എനിക്ക് തോന്നുന്ന ടാക്സി സർവീസാണ്, നമ്മുടെ യൂബർ പോലെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് യൂബർ എടുക്കാമെന്നാണ്. പക്ഷേ നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് ആ കൂട്ടുകാരൻ നമ്മൾ നാളെ മീറ്റ് ചെയ്യും. അപ്പോൾ പുള്ളി പറഞ്ഞു ഇവിടെ സ്കൈ ബസ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതാണ് ഞാൻ നേരെ ഇറങ്ങി വന്നപ്പോൾ എൻ്റെ മുമ്പിൽ കണ്ട്. അതാകുമ്പോൾ $22, അതായത് ഇന്ത്യൻ മണി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 1200 രൂപ അതിൽ താഴെ വരുള്ളൂ. ഞാൻ ഇതിനകത്ത് യൂബർ നോക്കിയ സമയത്ത് യൂബറിൽ കാണിക്കുന്ന എമൗണ്ട് $80, അത് ഏകദേശം ഒരു 4200 രൂപ വരും. നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ബസ് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ നമ്മുടെ സ്റ്റേയുടെ തൊട്ടടുത്ത് തന്നെയാണ് ചെന്ന് ഇറങ്ങണം. അപ്പോൾ ഓസ്ട്രേലിയയുടെ മെൽബണിലുള്ള കുറച്ച് കാഴ്ചകളൂടി കണ്ടിട്ട് നമ്മുടെ ഈ നീണ്ട യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം. ഒന്നും മേടിക്കണ്ടെന്നാണ് പറഞ്ഞേക്കണം. ഒന്നും പേടിക്കണ്ട, വാ പോര്.